ഒരു 15,000 രൂപ മുടക്കി തുടങ്ങുന്ന ഒരു ചെറുകിട ബിസിനസ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ബിസിനസ് കൊണ്ട് നമുക്ക് ഒരു മാസം നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ 25 ദിവസവും കൃത്യമായിട്ട് ഇവിടെ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് ഒരു 1,10,000 രൂപ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ചെറുകിട ബിസിനസിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ സ്റ്റാർട്ടിങ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ 15,000 രൂപ എന്ന് പറഞ്ഞത്. ഏതാണ്ട് 80-90% ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വീട്ടിൽ തന്നെ ചെയ്യാം. അധികം ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും സ്റ്റാർട്ടിങ്ങിൽ വേണ്ട, അതിനുശേഷം അത് വേണ്ടി വരും. കാരണം നമ്മളുടെ ബിസിനസ് പിക്കപ്പ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഫാക്ടറി സെറ്റപ്പ് തന്നെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ വിറ്റു പോകുന്ന പ്രോഡക്റ്റ് ആണ്, കേരളത്തിന്റെ സ്വന്തം പ്രോഡക്റ്റ് ആണ്. അതിനൊരു ചെറിയ വേരിയേഷൻ വരുത്തി നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്രോഡക്റ്റ് കേരളത്തിന്റെ സ്വന്തമാണെങ്കിൽ പോലും കേരളത്തിന്റെ ഉൽപാദനം കേരളത്തിൽ തികയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ പോലും ഇത് മറ്റിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് അവൈൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ ബിസിനസ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് റോ മെറ്റീരിയൽ വില, എന്തൊക്കെ പ്രൊപ്പോർഷനിലാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് മുമ്പോട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റിയാണ് നമ്മൾ എന്നും പറയാറുള്ളത്. ഈ വീഡിയോയും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു കാരണവുമില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മസ്റ്റായിട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്കിന്റെ അഭാവം നമ്മളുടെ വീഡിയോകളിൽ ഒരുപാടുണ്ട്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരുപാട് സ്ട്രെയിനും എടുക്കുന്നുണ്ട്. അപ്പൊ ആ സ്ട്രെയിന് വേണ്ടി ഒരു ലൈക്ക് കൊടുത്തിട്ട് പോകുക. അടുത്തത്, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങൾ ചെയ്യുന്നില്ല, ഓക്കെ, നോ പ്രോബ്ലം. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ അത് വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിന്നും തുടങ്ങാവുന്ന ലാഭകരമായ ഒരു ബിസിനസ്സാണ്. ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഹൈ പ്രോഫിറ്റ് ആണ്. കേരളത്തിലും ഗൾഫ് കൺട്രീസിലും വളരെയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണ്. നമ്മൾ പ്രീമിയം ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കുകയാണെങ്കിൽ ഇതിന്റെ പോസിബിലിറ്റീസ് കൂടുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഇതാണ് ഫ്ലേവേർഡ് കാഷ്യൂ നട്ട്. നമ്മളുടെ കശുവണ്ടി തന്നെ അതിനെ ഫ്ലേവേർഡ് ആക്കി വിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഏതൊക്കെ ഫ്ലേവറിൽ കൊടുക്കാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിന്റെ മാർക്കറ്റ് പ്രൈസ് കൂടെ പറയാം. നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത കശുവണ്ടി ആയിട്ട് കൊടുക്കാം. അതായത് ജസ്റ്റ് റോസ്റ്റ് ആൻഡ് ഉപ്പ്, സാൾട്ടഡ് കാഷ്യൂ എന്ന് പറയും. അത് കോമൺ ആയിട്ട് കിട്ടുന്നതാണ്, പോപ്പുലർ ആണ്. അതിന് വരുന്നത് മാർക്കറ്റ് പ്രൈസ് വരുന്നത് ഏകദേശം 1 കിലോയ്ക്ക് 1,200 തൊട്ട് 1,500 രൂപ വരെ നിലവിൽ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ഇനി അടുത്ത വരുന്നത് സ്പൈസി മസാല കാഷ്യൂനട്ട് ആണ്. മസാലകളൊക്കെ ചേർത്ത കാഷ്യൂനട്ട് വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ വിറ്റുപോകുന്ന സാധനമാണ്. അതിന് 1,300 രൂപ തൊട്ട് 1,700 രൂപ വരെ നിലവിൽ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അടുത്തത് ഹണി കോട്ടഡ് ആണ്, അതായത് തേൻ കോട്ട് ചെയ്ത കശുവണ്ടി. അതിന് 1,500 മുതൽ 2,000 രൂപ വരെ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അടുത്തത് വരുന്നത് പെപ്പർ കോട്ടഡ്, അതായത് കുരുമുളക് കോട്ട് ചെയ്ത കശുവണ്ടി. അതിനും ഏകദേശം 1,400 രൂപ തൊട്ട് 1,800 രൂപ വരെ പെർ KG മാർക്കറ്റ് വില ഇന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ചോക്ലേറ്റ് കശുവണ്ടി, അതായത് ചോക്ലേറ്റ് പ്ലസ് കശുവണ്ടി. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതിന് 1,600 രൂപ തൊട്ട് 2,200 രൂപ വരെ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ഇതെല്ലാം അവൈലബിൾ ആണെങ്കിൽ പോലും അത്ര കണ്ട് അവൈലബിൾ അല്ല. ഇനിയും ഒരുപാട് സ്കോപ്പ് ഉണ്ട്, ഒരുപാട് പേർക്ക് ചെയ്യാനുള്ള സ്കോപ്പ് ഇതിനകത്തുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് മുമ്പോട്ട് പറയുന്നത്, ഇൻക്ലൂഡിങ് അതിന്റെ എല്ലാ വിവരങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് മേക്കിംഗ് ആണ്, ഇതിന്റെ മേക്കിംഗ് പ്രോസസ് ആണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഹൈ ക്വാളിറ്റി കാഷ്യൂസ് വാങ്ങുക. ഈ കാഷ്യൂസിന് പല നമ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ നമ്പറുകളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ സാധാരണ കാഷ്യൂ തന്ന് നമ്മളെ പറ്റിക്കും എന്നാണ് ഇവിടെ അറിവുള്ളവർ പറയുന്നത്. എനിക്കും അതൊരു പുതിയ അറിവായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ, ആളുകളോട് സംസാരിച്ചപ്പോൾ കിട്ടിയ അറിവാണ്. ഈ കാഷ്യൂന് മിക്സ് ഉണ്ട്, അതായത് എല്ലാ തരം കാഷ്യൂടെ ചേരുന്ന ഒരു കാഷ്യൂ, അതാണ് കാഷ്യൂ മിക്സ്. അതിന്
റേറ്റ് നമ്മളുടെ മാർക്കറ്റിൽ കുറവാണ്. റോ മെറ്റീരിയലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഒരു 450-470 രൂപയ്ക്കുള്ളിൽ 1 കിലോ നമുക്ക് റോ മെറ്റീരിയൽ കിട്ടും. ഇനിയുള്ളത് W240 ആണ്. അത് ഇതിന്റെ ഒരു ബ്രാൻഡ് നെയിം ആണ്. അത് വരുമ്പോഴത്തേക്ക് അതാണ്ട് 560 രൂപ പെർ കിലോ റേറ്റ് വരുന്നുണ്ട്, റോ മെറ്റീരിയൽ ഹോൾസെയിൽ റേറ്റ്. ഇനി വരുന്നത് W320 ആണ്. അത് വരുമ്പോൾ 510 രൂപയുടെ അടുത്താണ് റേറ്റ് വരുന്നത്. ഇനി വരുന്നത് JH ക്വാളിറ്റി ഉണ്ട്. അത് വരുമ്പോൾ 550 രൂപ കിലോ റേറ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് അവർ പറഞ്ഞ പ്രകാരം W240 ആണ്. അതിന് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ്, ഞാൻ ഈ പറയുന്ന ദിവസത്തെ മാർക്കറ്റ് റേറ്റ് വെച്ച് 560 രൂപയാണ് പറയുന്നത്. ഇതിനകത്ത് വേരിയേഷൻസ് വരാം, ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് വേരിയേഷൻസ് വരാം. അപ്പോൾ ഇത് തെരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ലോ ഹീറ്റിൽ ഇത് റോസ്റ്റ് ചെയ്യണം. വിതൗട്ട് ഓയിൽ ആയിരിക്കണം എപ്പോഴും റോസ്റ്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് നെയ്യാണ്, ഘീ ഉപയോഗിച്ച് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലേവറിംഗ് ആണ്. നമ്മൾ എന്ത് ഫ്ലേവർ ആണോ കൊടുക്കുന്നത് അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സാൾട്ട് ആണെങ്കിൽ സാൾട്ട്, കുരുമുളക് ആണെങ്കിൽ കുരുമുളക്, ഹണി ആണെങ്കിൽ ഹണി, ഇനി മസാല ആണെങ്കിൽ അങ്ങനെ, ചോക്ലേറ്റ് ആണെങ്കിൽ അങ്ങനെ. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് ചെയ്തതിന് ശേഷം കൂള് ചെയ്തിട്ട് പാക്ക് ചെയ്യുക. എപ്പോഴും പറയാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എയർ ടൈറ്റ് പാക്കിംഗ് ആയിരിക്കണം. കാരണം ഈ കശുവണ്ടിയൊക്കെ എയർ കയറി കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന ഒരു ഐറ്റമാണ്. ഇനി നമ്മൾ കറക്റ്റായിട്ട് എയർ ടൈറ്റ് പാക്കറ്റിലാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ 12 മാസം വരെ ഒരു ചിന്തയുമില്ലാതെ ഇത് ആ പാക്കറ്റിൽ സേഫ് ആയിട്ട് ഇരുന്നുകൊള്ളും. ഇനി ഇതിന്റെ മുടക്കുമുതലിന്റെ വശം ഞാൻ നേരത്തെ പറഞ്ഞു 15,000 രൂപ മതിയായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ 560 രൂപയുടെ പ്രോഡക്റ്റ് എന്ന് തന്നെ പിടിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതായത് W240. റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ഒരു 5 കിലോയുടെ കോസ്റ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എക്സ്ട്രീം ഇട്ടാണ് എടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും 5,000 രൂപ 5 കിലോയ്ക്ക് 1000 രൂപയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 560 രൂപയ്ക്കാണ് ആ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ മറ്റ് എക്സ്പെൻസസുകളൊക്കെ ഇതിൽ മീറ്റ് ആയി പോകും. അടുത്ത് വന്നിട്ട് നമുക്ക് റോസ്റ്റിംഗ് എക്യുപ്മെന്റ്സ് വേണ്ടി വരും. സ്റ്റാർട്ടിങ്ങിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളുടെ ചീനച്ചട്ടി തന്നെ മതിയാകും. 5 കിലോ 10 കിലോ ഒക്കെ ഉണ്ടാക്കാൻ അത് മതിയാകും. എങ്കിലും നമുക്ക് റോസ്റ്റിംഗ് എക്യുപ്മെന്റ്സ് വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വീഡിയോയുടെ വ്യൂ പ്രോഡക്ട്സിലും കാണും. അത് വരുമ്പോൾ ഒരു 2000 തൊട്ട് 5000 റേഞ്ചിൽ അത് വരും. പിന്നെ ഫ്ലേവർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ്, സ്പൈസസ്, നമ്മളുടെ തേന്, പിന്നെ അതുകൂടാതെ മസാല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചോക്ലേറ്റ് എല്ലാം കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു 2000-3000 രൂപ വരെ പിടിക്കാവുന്നതാണ്. ഒരു ലംസം എമൗണ്ട് ആണ് ഞാൻ പറയുന്നത്. പിന്നെ പാക്കിംഗ് മെറ്റീരിയൽ, സിപ്ലോക്ക് പൗച്ച് വേണം, ലേബൽ വേണം, ഇതിന്റെ പുറത്തൊട്ടിക്കാനുള്ള ലേബൽ വേണം. അതൊക്കെ കൂടെ നമുക്കൊരു 2000 രൂപ പിടിക്കാം. ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ഇതുപോലെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 15,000 രൂപ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ലാഭത്തെ കുറിച്ച് നോക്കാം. നമ്മൾ ഉപ്പ് കശുവണ്ടി, അതായത് സാൾട്ടഡ് കാഷ്യൂനട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ, ഞാൻ നേരത്തെ മാർക്കറ്റ് റേറ്റോടെ പറഞ്ഞായിരുന്നു, എങ്കിൽ പോലും ഒന്നുകൂടെ പറയാം. നമുക്ക് റോ മെറ്റീരിയൽ കോസ്റ്റ് 1000 രൂപ എന്ന് പിടിക്കുക, സെല്ലിംഗ് പ്രൈസ് 1500 രൂപ എന്ന് പിടിക്കുക. അങ്ങനെയാണെങ്കിൽ 500 രൂപ പെർ കിലോ നമുക്ക് ലാഭം കിട്ടും. ഇനി സ്പൈസി മസാല അങ്ങനെ ഒരു സംഭവം നമ്മൾ പറഞ്ഞിരുന്നു, അതാണെങ്കിൽ നമുക്ക് 1100 രൂപ റോ മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കൂടെ വരും. അത് നമുക്ക് 1700 രൂപ വരെ വിൽക്കാം. അങ്ങനെയാണെങ്കിൽ 600 രൂപ പെർ കിലോ അതിന് ലാഭം കിട്ടും. ഇനി വരുന്നത് നമ്മളുടെ തേന്, ഹണി റോസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് 1200 രൂപ കോസ്റ്റ് വരുന്നു. നമുക്ക് 2000 രൂപ അതിന് മേടിക്കാം. അത് വരുമ്പോൾ നമുക്ക് 800 രൂപ പെർ കിലോ ലാഭം കിട്ടും. ഇനി വരുന്നത് കുരുമുളക് പൊടിയുടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 1100 രൂപ ഇൻവെസ്റ്റ് ആകുന്നുണ്ട്. 1 കിലോയിൽ 1800 രൂപ വരെ വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ 700 രൂപ പ്രോഫിറ്റ് അതിനും കിട്ടും. അടുത്തത് വരുന്നത് ചോക്ലേറ്റ് കാഷ്യൂ ആണ്. അതിന് നമുക്കൊരു 1300 രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് വരും 1 കിലോയ്ക്ക്. അത് നമുക്ക് 2200 രൂപയ്ക്ക് വരെ വിൽക്കാം. അങ്ങനെയാണെങ്കിൽ 900 രൂപ പ്രോഫിറ്റ് കിട്ടും. 1 കിലോയുടെ കാര്യമാണ് പറഞ്ഞത്. നിലവിൽ ഈ ഒരു ബേസ് നോക്കി നമ്മൾ 5 കിലോ ഒരു ദിവസം വിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ 2500 രൂപ തൊട്ട് 4500 രൂപ വരെ നമുക്ക് ലാഭം ലഭിക്കാം. ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോഡക്റ്റ് ആണ്. ഇനി ഈ രീതിയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് 25 ദിവസവും പോവുകയാണെങ്കിൽ നമുക്ക് 62,500 രൂപ തൊട്ട്, ഇത് കാൽക്കുലേഷൻ ആണ്, 62,500 രൂപ തൊട്ട് 1,12,500 രൂപ, അതാണ് ഞാൻ 1,10,000 ആദ്യം പറഞ്ഞത്, വരെ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കാം. കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കണം, പണി ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ആദ്യത്തെ 1, 2, 3 മാസങ്ങളിൽ ഇതൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്കൊരു ബ്രേക്ക് ഈവൻ പോയിന്റ് ആകാൻ ഒരു ടൈം എടുക്കും, ഒരു 6 മാസം എടുക്കും.
ഇല്ലെങ്കിൽ 1 വർഷം എടുക്കും. ആ ടൈം വരെ നമ്മൾ ഇത് സഫർ ചെയ്ത് നല്ല കൃത്യമായിട്ട് നടത്തി മുമ്പോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇനി ഇതെങ്ങനെയാണ് വിൽക്കുന്നത്? ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പരസ്യത്തിൽ കൊടുക്കരുത്. 1 രൂപ പോലും കൊടുക്കാതെ പരസ്യം ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. നമുക്ക് വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിൽ കൂട്ടായ്മകളുണ്ട്, അവിടെയൊക്കെ പരസ്യം ചെയ്യാം. ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്കിൽ പേജുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, അവിടെയൊക്കെ പരസ്യം ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഉണ്ട്, അവിടെയും നമുക്ക് പരസ്യം ചെയ്യാം. ഇത്തരത്തിൽ പരസ്യം ചെയ്ത് റീച്ച് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളുടെ പ്രോഡക്റ്റ് വിറ്റഴിഞ്ഞു പോകും. രണ്ടാമത്, ഈ ഡ്രൈ ഫ്രൂട്ട്സ് സ്റ്റോറുകളുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ വഴി നമുക്കിത് സപ്ലൈ ചെയ്യാൻ പറ്റും. വെഡിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാമിന്റെ ഇവന്റിന്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കുന്നവരുണ്ട്. അവർ ബ്രാൻഡഡ് ആയിരിക്കും. ആ രീതിയിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നല്ല രീതിയിൽ ബൾക്കായിട്ട് പോകുന്ന പ്രോഡക്റ്റ് ആണ് ഇത്. പിന്നെ നമുക്ക് ഓൺലൈൻ മാർക്കറ്റ്, ആമസോണ്, ഫ്ലിപ്കാർട്ട്, മീഷോ, ഇതുപോലുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. ഈ സൈറ്റുകൾ വഴി നമുക്ക് വിൽക്കാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി എക്സ്ക്ലൂസീവ് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ വിൽക്കാം, ആമസോണിൽ എങ്ങനെ വിൽക്കാം എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ചാനലിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും മനസ്സിലാകും. ഇനി ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബിസിനസ് വിജയിക്കണമെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റിന് അട്രാക്ഷൻ ഉണ്ടായിരിക്കണം. കാണുന്നവന് ഒരു കൊതി തോന്നണം. അകത്ത് എന്തുമായിക്കോട്ടെ, നല്ല പ്രോഡക്റ്റ് ആണ്, സമ്മതിച്ചു. പക്ഷെ പുറത്ത് നിങ്ങൾ ഒരു കാശിനും കൊള്ളാത്ത ഒരു കവറിനകത്ത് ഇട്ട് കൊടുത്താൽ ആരും വാങ്ങിക്കത്തില്ല. റിച്ച് പീപ്പിൾ റിച്ച് ലുക്ക് എന്നാണ് മാർക്കറ്റിംഗിൽ പറയുന്നത്. കാരണം ഇത് വാങ്ങിക്കുന്നവൻ അല്പമെങ്കിലും റിച്ച് ആയിരിക്കണം. 1 കിലോയ്ക്ക് 1600, 2000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നവൻ അവന്റെ പോക്കറ്റിൽ ക്യാഷ് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് അവൻ റിച്ച് ആയിരിക്കണം. ഒരു മിഡിൽ ക്ലാസ്സിനോ ഇല്ലെങ്കിൽ ലോവർ ക്ലാസ്സിനോ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സ്, ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് റിച്ച് പീപ്പിൾ ആണ്. അപ്പോൾ അവർ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന് റിച്ച് ലുക്ക് ഉണ്ടായിരിക്കണം. അതർവൈസ് അവർ വാങ്ങിക്കില്ല. പ്രോഡക്റ്റ് എത്ര നന്നായിക്കോട്ടെ, വാങ്ങിക്കില്ല. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രീമിയം പാക്കേജ് കൊടുക്കണം, ഒരു ബ്രാൻഡിങ് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിക്കണം. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിപ്പ് ലോക്ക് അല്ലെങ്കിൽ അതുപോലുള്ള പൗച്ചുകൾ മേടിക്കുമ്പോൾ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള പൗച്ചുകൾ കിട്ടും. മഞ്ഞ കിട്ടും, ചുവപ്പ് കിട്ടും, പച്ച കിട്ടും, ഇത് കിട്ടും. ഈ പച്ച, മഞ്ഞ, ചുവപ്പ് ഏത് കളറാണെങ്കിലും പച്ചയായിരിക്കും ഏറ്റവും ബെറ്റർ. അതിൽ വാങ്ങിയിട്ട് നമ്മൾ വൈറ്റ് ഷെയ്ഡിലാണ് നമ്മളുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതെങ്കിൽ അത് അട്രാക്റ്റീവ് ആയിരിക്കും. കാണുമ്പോഴേ ഒരു നല്ല ലുക്ക് കിട്ടും. ആ ലുക്കിൽ കച്ചവടം നടക്കും. പിന്നെ ഉള്ളിലുള്ള പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ കച്ചവടം റിപ്പീറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഇതിന്റെ ഒരു കണക്ക്. പിന്നെ നമുക്ക് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ കോംബോ പാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ മറ്റുള്ള കാര്യങ്ങള്, ആൽമണ്ട്സ്, പിസ്ത, ഇതെല്ലാം കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കോംബോ പാക്കറ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ മിക്സ്ഡ് പാക്കറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടൈമിങ്സ് ഉണ്ട്. അതായത് നമ്മളുടെ ഫെസ്റ്റിവൽ സീസൺസ്, നമുക്കിവിടെ കേരളത്തിലാണെങ്കിൽ ഓണം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്, ക്രിസ്മസ് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്, ഈദ് ഒക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ സമയത്തൊക്കെ നല്ല സെയിൽ നടക്കും. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ച ആ രീതിയിൽ പെരുമാറിയെങ്കിൽ മാത്രമേ കച്ചവടം നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ നോർത്തേൺ സൈഡിലോട്ട് നമുക്ക് കച്ചവടം വികസിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിവാലി വലിയൊരു ടൈമാണ്. ഈ ദിവാലിക്ക് ക്യാഷ് വിറ്റ് പോകുന്ന കണക്ക് ഒരു ടൈമിലും നോർത്തിൽ ക്യാഷ് വിറ്റ് പോകുന്നില്ല. അപ്പോൾ അത് നമുക്ക് എൻകാഷ് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ നമ്മളുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 10,000-15,000 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. പിന്നെ ഇതിനകത്ത് 50 മുതൽ 80% വരെ പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ്സാണ്. പിന്നെ ഞാൻ പറഞ്ഞ പ്രീമിയം പാക്കേജിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിലയ്ക്ക് വിൽക്കാം. അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. വീഡിയോ നീണ്ടു പോകുന്നുണ്ട്, എനിക്കറിയാം. നമ്മളുടെ കാറുകളിൽ, SUV ആണെങ്കിലും സാധാരണ കാറിലാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഒരു ടിഷ്യൂ കാണും. അതായത് നമ്മളുടെ അത്യാവശ്യം ഒന്ന് കൈ തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ടിഷ്യൂ ആണ്. സാധാരണ ഒരു ബോക്സ് ടിഷ്യൂവിന് അല്ലെങ്കിൽ ഒരു കവർ, ചെറിയ കവർ ടിഷ്യൂവിന് നമുക്ക് ഏകദേശം 30 രൂപയാകും. പക്ഷേ ഇതിനകത്ത് പ്രീമിയർ എന്നൊക്കെ എഴുതിയ ഒരു അടിപൊളി കവറിന് ഉള്ളിലായിരിക്കും ഇത് നിറച്ചു വെച്ചിരിക്കുന്നത്. അത് റോൾ ചെയ്തെടുക്കാം, നമുക്ക് വലിച്ചെടുക്കാം, കീറിയെടുക്കാം, ഇല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഓരോരോ പീസായിട്ട് വേണമെങ്കിലും അതിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ റോൾ ചെയ്തോ സ്പ്ലിറ്റ് ചെയ്തോ സെയിം പാക്കറ്റ്, ഇല്ലെങ്കിൽ അല്പം കൂടുതൽ ക്വാണ്ടിറ്റി അതിനകത്ത് വെച്ചിട്ടുള്ള ആ പാക്കറ്റിന് വില വരുന്നത് 150 രൂപ മുതൽ 200 രൂപ വരെയാണ്. ഇനി അതിലും സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ അതിലും കൂടിയ ടിഷ്യൂ കിട്ടും. സെയിം, എല്ലാ ഏതാണ്ടൊക്കെ സെയിം സാധനം തന്നെയാണ്, വലിയ ക്വാളിറ്റി വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇതാണ് ബ്രാൻഡഡ്. അതായത് റിച്ച് പീപ്പിളിന് ആ ബ്രാൻഡ് വേണം, ആ പ്രീമിയർ അല്ലെങ്കിൽ എന്തോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ബ്രാൻഡ് അവിടെ വേണം. അതാണ് അവന്റെ ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിനാണ് എത്ര പൈസ വേണമെങ്കിലും മുടക്കും. അതുകൊണ്ട്
റിച്ച് ലുക്ക് ആയിരിക്കണം, പ്രീമിയം ബ്രാൻഡഡ് പാക്കിംഗ് ആയിരിക്കണം. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊരു എവർഗ്രീൻ ബിസിനസ് ആണ്, ഒരിക്കലും നിലയ്ക്കാത്ത ഒരു ബിസിനസ് ആണ്, തുടർച്ചയായിട്ട് ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഏകദേശം ഞാൻ ഇതെല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. പറയാത്ത ഒരു കാര്യമുണ്ട്, അതുകൂടെ പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എവിടെയാണെങ്കിലും അവർ അനുശാസിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും എടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ പാക്കർ ലൈസൻസിന് വേണമെങ്കിൽ അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്, GST വേണമെങ്കിൽ അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്, FSSAI ഫുഡ് ലൈസൻസ് വേണമെങ്കിൽ അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ ചാനൽ കയറി ആ വാക്ക് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. GST, FSSAI, പാക്കർ, പേറ്റന്റ്, ഇതൊക്കെ അന്ന് അടിച്ചു കൊടുത്താൽ നമ്മളുടെ ചാനൽ തന്നെ ഇതിനുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ് ഉണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന വീഡിയോസ് ഉണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.